നമസ്കാരം. അപ്പോൾ ഇന്ന് KL ബ്രോൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഞാനും എൻ്റെ സുഹൃത്ത് നമ്മുടെ ഉബൈദ്, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു കൊളീഗാണ്. അപ്പോൾ പുള്ളിയുടെ പേര് ഉബൈദ് എന്നാണ്. അപ്പോൾ ഇവരാണ് നമ്മുടെ കമ്പനിയിലത്തെ ഡ്രൈവേഴ്സിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിൽ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഇവരാണ്. അപ്പോൾ ഇവര് ഡ്രൈവേഴ്സിനെ കൊണ്ടുപോകുമ്പോൾ ഇവരാണ് നമ്മുടെ കമ്പനിയുടെ ഒരു ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസാന ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന ഒരു റെസ്പോൺസാണ് കമ്പനി അക്സെപ്റ്റ് ചെയ്യണത്. ഏത് നിങ്ങൾ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ഗൈഡ് ലൈൻസ് അത് വെച്ചിട്ടാണ് കമ്പനി ലാസ്റ്റ്, നിങ്ങളാണല്ലോ ലാസ്റ്റ് ഫൈനൽ സൈൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് വൈറെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മൾ ക്ലാസ് റൂമിലും നമ്മുടെ യാർഡിലൊക്കെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ആ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ നിങ്ങൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പാലിക്കുന്നുണ്ടോ? അതായത് നമ്മളിപ്പോൾ ഇവരെ പുറത്ത് കൊണ്ടുപോകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റാണ്. സ്കിൽസ് ഇവരെങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്, ഇവര് റോഡ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ, ഈ ലൈൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. ഇവര് കറക്റ്റ് ലൈൻ, ഇവിടെ സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം, ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈൻ ഫോളോയിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ റോഡുകൾ ഏകദേശം 3 ലൈനാണ്. അപ്പൊ ഇതിനകത്ത് അവസാനത്തെ ലൈനിലാണ് നമ്മളെ ഡ്രൈവേഴ്സിന് ഫസ്റ്റത്തെ ട്രാക്ക് ഹെവി ഡ്രൈവർമാർക്ക് ട്രക്കിന് പോകാനുള്ള ട്രാക്കാണ് ഫസ്റ്റിലത്തെ. രണ്ടാമത്തെ കാറും മിനി വെഹിക്കിൾസ് ഒക്കെ പോകും. മൂന്നാമത്തെ ട്രാക്ക് ഫാസ്റ്റ് ട്രാക്ക്. ഓക്കെ, അതിൽ കാറുകൾ, ഹൈ സ്പീഡിൽ വരുന്ന കാറുകൾ അതിലെ പൊയ്ക്കോളും, മറ്റുള്ളവർ ഇതിലേ പോകും. ട്രക്കിന് പോകാനുള്ളതാണ് ഏറ്റവും വലത് ഭാഗത്തുള്ള. അപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഒരു വണ്ടി പോകുമ്പോന്ന് പറഞ്ഞാല് അവരിപ്പോ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി വളരെ സ്പീഡ് കുറച്ചായിരിക്കും ചിലപ്പോ പോവാ. അപ്പൊ നമ്മൾ എങ്ങനെ അത് ഓവർടേക്ക് ചെയ്യണത് എങ്ങനെ? ഇവിടെ സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഓവർടേക്കിംഗ് ഇല്ല. ഓ, അത് ശരി. സൗദി അറേബ്യ എന്നല്ലാതെ എല്ലാ GCCയിലും ഓവർടേക്കിംഗ് എന്ന പരിപാടി ഇല്ല. ഓവർടേക്ക് ചെയ്യുന്നത് പോലീസ് കണ്ടാൽ തീർച്ചയായിട്ടും പിടിക്കും, അവനിക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും. മനസ്സിലായോ? ഓക്കെ, അതിന് ഏകദേശം 1000, 3000, 3000, 6000 എന്നൊക്കെ പറയുന്നുണ്ട്. അത് 300 മുതൽ അവര് പോലീസുകാരന്റെ അവര് എഴുതി തരുന്ന പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾക്ക് ഓവർടേക്ക് ചെയ്യാം. നമ്മള് ശ്രദ്ധയോടുകൂടി നമ്മുടെ 1 കിലോമീറ്റർ മുമ്പിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം എത്ര ദൂരം നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റുമോ അത്രയും മുന്നോട്ട് ശ്രദ്ധിച്ച് നോക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സൈഡ് മിറർ ഉപയോഗിച്ച് നമ്മുടെ ബാക്ക് സൈഡിൽ നോക്കുക. നമ്മൾ റൈറ്റ് സൈഡിൽ മാത്രം നോക്കിയാൽ പോരാ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 സൈഡും നമ്മൾ നോക്കണം. ലെഫ്റ്റ് സൈഡിൽ മാത്രം നോക്കിയാൽ പോരാ, റൈറ്റ് സൈഡിൽ നോക്കണം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട് പിറകിലായിട്ട് വരുന്നുണ്ടാവും പോലീസ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോ ശ്രദ്ധിച്ച് നോക്കിയാൽ റൈറ്റ് സൈഡിലുള്ള ഗ്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഓവർടേക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മളെപ്പോഴും റോഡ് വീക്ഷിക്കണം. 1 കിലോമീറ്റർ മുന്നോട്ടും നോക്കണം, 1 കിലോമീറ്റർ പിന്നോട്ടും നോക്കണം. എവിടെയെങ്കിലും പോലീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള 100% ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്തിട്ട് അപ്പൊ തന്നെ നമ്മുടെ വണ്ടി പാസ്സായതിനു ശേഷം നമ്മുടെ ട്രാക്കിലേക്ക് മാറി വരുന്നതാണ് അതിന്റെ രീതി. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ ബാക്കിൽ എങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. തീർച്ചയായിട്ടും ഫൈൻ കിട്ടും. ഓക്കെ, അപ്പൊ അതൊന്ന്. പിന്നെ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇവിടെ ക്ലാസ് റൂമിൽ ഒരുപാട് ട്രെയിനിങ് കൊടുക്കാറുണ്ടല്ലോ. എന്ന് വെച്ചാല് വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചും മറ്റുള്ളതൊക്കെ ആയിട്ട് കണ്ടിട്ട് ഒരുപാട് ട്രെയിനിങ് നമ്മൾ കൊടുക്കാറുണ്ട്. ആർക്ക്? ഈ ഡ്രൈവേഴ്സിന്. അപ്പൊ അത് ഇവര് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണ്ട. അതായത് ചില ഡ്രൈവർമാര് ഫോളോ ചെയ്യുന്നുണ്ട്, ചില ഡ്രൈവർമാര് ഒന്നും ഫോളോ ചെയ്യാറില്ല. അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അവര് ചെയ്യുന്ന തെറ്റും ശരിയും നമ്മൾ കണ്ടു മനസ്സിലാക്കി അവര് തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ തിരുത്തി കൊടുക്കും. അതാണ് പതിവ്.
ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ തെറ്റിതിരുത്തി കൊടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റോട്ടിലെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80 കിലോമീറ്റർ ആണ്. അത്രേ ഉള്ളൂ. 80 ഹെവി ട്രക്കിനുള്ള മാക്സിമം സ്പീഡ്, 80 കിലോമീറ്റർ. ഓക്കെ. പക്ഷെ നമ്മുടെ വണ്ടികളെല്ലാം 90-ലാണ് ലോക്ക്. നമ്മുടെ വണ്ടികൾ 90 കാരണം നമ്മുടെ ഫുഡാണ്. അതെ, നമുക്ക് ടൈമിംഗ് ആണ്. നമുക്ക് സമയത്തിന് ഓടിയെത്തണം. ഈ ഗല്ലാപം മറ്റുള്ള സത്തയും മറ്റുള്ള കല്ലും മണലും കൊണ്ടുപോകുന്ന പോലെയല്ല നമ്മുടെ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടികൾ ഫുഡാണ്. അതുകൊണ്ട് നമുക്ക് ടൈമിങ്ങിന് എത്തണം. ടൈമിങ്ങിന് എത്തിയില്ലെങ്കിൽ ഇതിൽ 1 ലക്ഷം റിയാലിനോളം ഉള്ള സാധനങ്ങൾ ഉണ്ടാവും, ഫുഡ് ഐറ്റംസ് നമ്മുടെ വണ്ടിയിൽ നമുക്കുള്ള ലോഡ്. നമുക്ക് ടൈമിങ്ങിന് എത്തിയില്ലെങ്കിൽ അത് കംപ്ലീറ്റ് വേസ്റ്റ് ആയി പോകും. അത് കറക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു വെപ്രാളമാണ് നമ്മുടെ കാണിച്ചു. ഓക്കെ. പിന്നെ നമ്മളുടെ കമ്പനി ഫോളോ ചെയ്യണത് എന്താണ്? ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആണ്. ഡിഫെൻസീവ് ഡ്രൈവിംഗ്. അതെ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നാട്ടിൽ നിന്ന് വരുന്ന പുതുതായിട്ടുള്ള ഡ്രൈവേഴ്സിന് ഏകദേശം ഈ ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്താണെന്നുള്ള അറിയില്ല. നമ്മള് ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് അറിയുന്നത്. അതിനകത്ത് ഒരുപാട് ഇതുകൾ വരുന്നുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മൾ റോഡ് കമ്മ്യൂണിക്കേഷൻ, അടുത്ത ആളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, റോഡിന്റെ ബിഹേവിയർ, അതുപോലെ തന്നെ ഡിസിപ്ലിൻ ദ ലൈൻ, ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയർ വരുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ ഇവര് ഫോളോ ചെയ്യുന്നുണ്ട്? നിങ്ങൾ കൊണ്ടുപോകും? ഇല്ല. മാക്സിമം ഡ്രൈവർമാർ ആരും അതൊന്നും ഫോളോ ചെയ്യാറില്ല. അത് നമ്മൾ പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ഈ റൂട്ടിൽ ഇന്ന സ്പീഡിൽ പോകാൻ പാടുള്ളൂ, ഇന്ന സ്ഥലത്ത് ചെക്ക് പോയിന്റ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് ക്യാമറ ഉണ്ട്, ഇന്ന ലൈനിൽ കൂടെ നമ്മൾ പോകാൻ പാടുള്ളൂ, നമ്മുടെ ട്രാക്ക് ഏതാണോ ആ ട്രാക്കിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ ഒരു ദമാം ട്രിപ്പ് പോണ്, അല്ലെങ്കിൽ ഒരു ജിദ്ദ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പനി വന്നിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 24 hours, 24 മണിക്കൂർ അല്ല 24 മണിക്കൂർ. ഈ 24 മണിക്കൂർ വേണ്ടി വരുമോ നമുക്ക് ജിദ്ദയിലേക്ക് എത്താൻ വേണ്ടി? വേണ്ടി വരില്ല. ഇല്ല, 24 മണിക്കൂർ വേണ്ടി വരില്ല. അതിൽ നമുക്കൊരു 5-6 മണിക്കൂർ 5 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ഉണ്ടാവും. അത് ഡ്രൈവർമാര്, നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവർമാര് 4 മണിക്കൂർ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അവര് വാഹനം 4 മണിക്കൂർ തികയുമ്പോ സേഫ്റ്റി ആയിട്ടുള്ള ശരി, ഇത് യൂറോപ്പിന്റെ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 മണിക്കൂർ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അവര് വാഹനം സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി പാർക്ക് ചെയ്ത്, സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡ് അല്ല, റോഡ് സൈഡിൽ ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടില്ല. അവർക്ക് പെട്രോൾ പമ്പിന്റെ ഫ്രണ്ടിൽ നിർത്തിയാലും നമുക്ക് നമ്മുടെ ഡ്രൈവർമാർക്ക് ഫൈൻ വരാറുണ്ട്. അതുകൊണ്ട് പെട്രോൾ പമ്പിന്റെ ബാക്കിൽ ഹെവി ട്രക്കുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതിനുള്ള സംവിധാനം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് സിസ്റ്റം ഉണ്ട്. അതിൽ നമ്മൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലിമാറ്റിക് സിസ്റ്റം, അതിൽ നമുക്ക് ഓപ്ഷനുകളുണ്ട്. അതിൽ നമ്മൾ എന്താണോ നമ്മുടെ ആക്ടിവിറ്റി അത് നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ റെസ്റ്റ് 4 പീരീഡ് കഴിഞ്ഞാൽ ഓരോ ഡ്രൈവർമാരും 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ നിയമം. അത് യൂറോപ്പിലും സെയിം സിസ്റ്റം. ആ സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ഡ്രൈവർമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അതെ, അതനുസരിച്ചിട്ടാണ് നമ്മൾ ഡ്രൈവർമാർക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നതും ഹൈവേ അസസ്മെന്റിലൂടെ നമ്മൾ അവർക്ക് മെസ്സേജ് കൊടുക്കുന്നതും ഇതാണ്. ഓരോ 4 മണിക്കൂർ കൂടുമ്പോഴും നമ്മുടെ വാഹനത്തിനും നമുക്ക് ഡ്രൈവർമാർക്കും വാഹനത്തിനും റെസ്റ്റ് വേണം. അത് ഈവൻ ടെമ്പറേച്ചർ ഉൾപ്പെടെ? അതെ, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം, ടയർ ചെക്ക് ചെയ്യണം, എയർ ബലൂൺ ചെക്ക് ചെയ്യണം, ഡോർ ചെക്ക് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. അതൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഡ്രൈവർമാർക്ക്. ആൾറെഡി നമ്മൾ കമ്പനിക്കകത്ത് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാല് ഞങ്ങൾ DIs ട്രെയിനിങ് പ്രകാരമാണ് നിങ്ങളത് അവരെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുന്നത്. അവർക്ക് അറിയാത്തത് നമ്മൾ ആ സമയത്ത് പറഞ്ഞു കൊടുക്കും. വണ്ടി നിർത്തിയതിനു ശേഷം എന്ത് ചെയ്യണം, റെസ്റ്റ് പീരീഡ് അടിക്കണം, എന്നിട്ട് നമ്മൾ റെസ്റ്റ് പീരീഡിൽ ഇരിക്കണം. എന്നിട്ട് ആദ്യം നമ്മള് മറ്റേ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. നമ്മുടെ റീഫർ ആണല്ലോ ഫുഡ്. അതുകൊണ്ട് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ്. 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വണ്ടി നിർത്തി ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഹൈ ആയിട്ടുണ്ടോ, ലോ ആയിട്ടുണ്ടോ, നോർമൽ ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിക്കണല്ല, നമ്മളിപ്പോ ഏകദേശം നമ്മളിപ്പോ യാത്ര ഇങ്ങനെ 4 മണിക്കൂർ ഫുൾ കണ്ടിന്യൂ ഡ്രൈവ് ചെയ്യണം.
ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈവൻ ടെമ്പറേച്ചർ +3 ഒരു ഫോർ എക്സാമ്പിൾ, ഈ ടെമ്പറേച്ചർ +3 എന്നുള്ളത് 5ന്റെ മേലേക്ക് പോയി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ +3ന്റെ ലാസ്റ്റ് വരുന്ന 5 ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 6ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ? 6ലേക്ക് പോയ ഡേഞ്ചറാണ്. അപ്പൊ നമ്മൾ നമ്മൾക്ക് 5.9 വരെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിർത്തി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം 6.1, 6.2, 6.3 അങ്ങനെ കയറി പോവുകയാണെങ്കിൽ ഇത് കംപ്ലൈന്റ് ആണെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതല്ല, നമ്മൾ ഈ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം 5.8, 5.7 താഴേക്ക് വരികയാണെങ്കിൽ നോർമലാണ്, കുഴപ്പമില്ല എന്നുള്ളതാണ് അർത്ഥം. ശരി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 6ന് മേലേക്ക് പോയി കഴിഞ്ഞാല് നമ്മളപ്പോ കമ്പനിനെ ഇൻഫോം ചെയ്യും. അതെ, ഫ്രഷ് പ്രൊഡക്റ്റ് ആണ് ഈ +3 എന്ന് പറയുന്ന സെറ്റ് പോയിന്റിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. 6ന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ, പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കമ്പനിയെ നമ്മൾ ഇൻഫോം ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും, അതിനനുസരിച്ച് നമ്മൾ അത് ഫോളോ ചെയ്താൽ മതി. കമ്പനിയിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ 5 മിനിറ്റിനകം നമ്മുടെ കമ്പനിയിൽ നിന്നുള്ള ആൾക്കാർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പ്രോബ്ലം, എങ്ങനെയാണ് പ്രോബ്ലം എന്നുള്ളത് ചോദിക്കും. നമ്മളത് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം വീണ്ടും വർക്ക്ഷോപ്പ് ടീം നമ്മളുമായിട്ട് ബന്ധപ്പെടും. അവർ ചോദിക്കുമ്പോൾ അതിനുള്ള കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും സെറ്റ് പോയിന്റിൽ ഇങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ അതുപോലെ നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നോർമൽ ടെമ്പറേച്ചറിൽ പോകാൻ പറ്റും. അല്ല, നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഡിപ്പോയിൽ പോയിട്ട് സാധനം അൺലോഡ് ചെയ്യാൻ പറയും. ഇതിപ്പോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇവര് പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ട്, ഇതേതാണ് ഈ കമ്പനി എന്നുള്ളത്. ഇത് സൗദി അറേബ്യയിലത്തെ ഒരു നമ്പർ 1 ഒരു ഡയറി കമ്പനിയാണ്. ഇതിനകത്ത് നമുക്ക് പേര് പറയാനുള്ള ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കമ്പനി അത് അലൗ ചെയ്യണില്ല. കമ്പനിനെ കുറിച്ച് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാവുന്ന ഒരു സംഭവം ആയതുകൊണ്ട് നമ്മൾ ആ കമ്പനിയുടെ പേര് പറയുന്നില്ല. ഇത് ഇവിടുത്തെ ഒരു ഡയറി കമ്പനിയാണ്. സൗദി അറേബ്യയിലത്തെ ഏറ്റവും നമ്പർ 1 ഒരു ഡയറി കമ്പനിയാണ്. ഇത് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇത് ഏത് കമ്പനി ആയിരിക്കുന്നത് എന്ന് വെച്ചാൽ സൗദി അറേബ്യയിലത്തെ ഏറ്റവും നമ്പർ 1, സൗദി അറേബ്യയിലത്തെ അല്ല, വേൾഡിലെ നമ്പർ 1 ഡയറി കമ്പനിയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായിട്ടും ഇദ്ദേഹം മാസ്റ്റർ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ കമ്പനിയിൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുന്ന ഒരു ഡ്രൈവറല്ല, എങ്ങനെ തന്നെ പറയാം. അതെ, ഇനി നിങ്ങൾ 10 കൊല്ലമല്ല 20 കൊല്ലമല്ല 30 കൊല്ലം വണ്ടി ഓടിച്ചിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ പുതിയ ഡ്രൈവറാണ്. അതല്ലേ സത്യം? എന്ന് വെച്ചാല് ഇവിടെ വന്നിട്ട് ഈ കമ്പനിയുടെ ഓരോ പോളിസി എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിൽ കൂടെ അവർ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് വേറൊരു കമ്പനിയിൽ പോയി ജോലി ചെയ്യുമ്പോൾ അവർക്ക് പറയാവുന്ന ഏറ്റവും വലിയ നാമം ഈ കമ്പനിയുടെ പേര് തന്നെയായിരിക്കും, അല്ലെ? തീർച്ചയായും. അത് ഈവൻ യൂറോപ്പ് ആയാലും ലോകത്ത് എവിടെയായാലും നമ്മുടെ ഈ കമ്പനിയുടെ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കമ്പനിക്കാർക്ക് അറിയാൻ പറ്റും ഇവിടെയുള്ള പ്രൊസീജിയർ എന്താണെന്ന്. ഇത് വേറൊരു കമ്പനിയിൽ കിട്ടാത്തൊരു സംഭവമാണ്, അല്ലെ? ലോകത്ത് എവിടെയും കിട്ടാത്ത ഒരു ട്രെയിനിങ് ആണ് നമ്മുടെ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഡ്രൈവർമാരെ ഡിഫെൻസീവ് ഡ്രൈവർമാരായി, നല്ല അച്ചടക്കവും ചിട്ടയോടുകൂടിയുള്ള നല്ല ഡ്രൈവർമാരായി, ഏറ്റവും മികച്ച ഡ്രൈവർമാരായി വാർത്തെടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ്. ലോകത്ത് വേറൊരു കമ്പനിയിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുന്ന എനിക്ക് നമുക്കില്ല. എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയിലൊന്നും നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഫസ്റ്റ് എന്താ താക്കോലെടുത്ത് പറയും. പക്ഷെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൊസീജിയർ, അതെ, വൺ ബൈ വൺ എന്ന് വെച്ചാല് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഒരു വ്യക്തി നമുക്ക് ഒരുപാട് അനുഭവം ഉണ്ടല്ലോ. ഏത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് 64 രാജ്യങ്ങള് 64 രാജ്യങ്ങളിലുള്ള ആളുകൾ നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് ഭാഷ എന്ന് പറഞ്ഞത്
എല്ലാ ഭാഷയിലുള്ള ആൾക്കാരും നമ്മുടെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അതാണ് അതിനകത്തൊരു വേറൊരു ഇത് അല്ലെ, പ്രത്യേകത. എന്താന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഗാന, ഉഗാണ്ട, കെനിയ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ, അങ്ങനെ നമുക്ക് തന്നെ അറിയത്തില്ല ഈ 64 കൺട്രി ഏതാന്നുള്ളത് നമുക്ക് തന്നെ അറിയത്തില്ല അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിനെല്ലാം ട്രെയിനിങ് കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ മാസ്റ്റർ ഡ്രൈവറായിട്ടും എല്ലാത്തിനും ഓരോ ആൾക്കാരാണ് കമ്പനി നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളിപ്പോ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവർക്കും ഈ കമ്പനി ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പോളിസി അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് പേര് പറയാൻ പറ്റത്തില്ല, നിർവാഹമില്ല. കാരണം എന്താ വെച്ചാല് അത് ഞങ്ങളുടെ ജോലിനെ ബാധിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു ഇത് ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്പനി. എന്താന്ന് വെച്ചാല് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് കമ്പനിയുടെ പേര് ഉച്ചരിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കമ്പനിയുടെ പേര് പറയാത്തത്. പക്ഷെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഇത്രയോ ഡ്രൈവറായിട്ട് നമ്മൾ ജോലി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ പൊസിഷനിൽ ഞങ്ങൾ 2 പേരും എത്തണേ. പക്ഷെ അപ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ച് അറിയുന്നത്. ഏത് ഇങ്ങനെയൊക്കെ ഉണ്ടോ അല്ലെ. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളെ. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ നാട്ടില് സിനിമയും ഇതൊക്കെ ആയിട്ട് നടന്നിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ കമ്പനിയുടെ പോളിസിയോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ കമ്പനിയുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഡ്രൈവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതിലൊരു തെറ്റില്ല. തെറ്റുണ്ടോ? ഒരു തെറ്റില്ല. എന്താ കാര്യം വെച്ചാല് പുള്ളി വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഓരോ നിയമങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ ഓരോ നിയമങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലും ആ സാധനം പാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അപകടങ്ങൾ ഒഴിവാകും. ഇപ്പൊ നമ്മുടെ കമ്പനി തന്നെ എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഈ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇത്രയും സാലറി കൊടുത്ത് കണ്ടിട്ട് കമ്പനി ഇത്രയും ആൾക്കാരെ ട്രെയിനിങ് ചെയ്തിട്ട് ഇങ്ങനെയും ട്രെയിനിങ് കൊടുത്തിട്ടും അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊക്കെ വേറെ ഉണ്ട്. അത് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, അത് ഡ്രൈവർമാരുടെ അശ്രദ്ധ കുറവാണ്. തീർച്ചയായിട്ടും അല്ലെ, അശ്രദ്ധ കുറവ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കൂടുതലും ഇപ്പൊ അപകടം ഉണ്ടാവുന്നത്. അതായത് വെച്ചാല് മെയിൻ ചീസ് മൊബൈൽ അല്ലെ. ഈ മൊബൈലാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെന്ന് പറഞ്ഞാല് ഞങ്ങളെ വണ്ടികൾ പോകുന്നത് എല്ലാം ഒരു 2000 കിലോമീറ്റർ അല്ലെങ്കിൽ 1500 കിലോമീറ്റർ 1400 അങ്ങനെയുള്ള ഏറ്റവും ചെറിയ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ട്രിപ്പാണ്. അവിടെയൊക്കെ പോയിട്ടും അപകടം ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ട്രെയിൻ ചെയ്ത് ആൾക്കാരെ ഇത്രയും നല്ല ഡ്രൈവർമാരായിട്ട് ഒരു വെറും 0-യിൽ വരുന്ന ആൾക്കാരെ പോലും നമ്മൾ എത്രയോ ട്രെയിൻ ചെയ്ത് കണ്ടിട്ട് നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ പറയാനുള്ളതെന്ന് വെച്ചാല് ഇപ്പൊ നാട്ടിലുള്ളവർ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കും ഇവന്മാരാര്. പക്ഷെ ആരും ഡ്രൈവർ അല്ല അല്ലെ. അതാണ് അതിന്റെ സത്യം. നമ്മൾ ഇവിടെ വരുമ്പോഴാണ് നമുക്കിപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മളെ നാട്ടില് കൈക്കൂലി കൊടുത്തും ഇതൊക്കെ ചെയ്ത് കണ്ടിട്ട് ഒരു ലൈസൻസ് എടുത്ത് കണ്ട് കൈ കൊടുക്കും. ഒരു ഡ്രൈവർ പറയുന്നത് വെറുതെ വണ്ടി ഓടിച്ചാൽ മാത്രം ഡ്രൈവർ ആവത്തില്ല. അതിൽ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ, എഞ്ചിനീയർ, മറ്റുള്ള. പക്ഷെ നമ്മുടെ നാട്ടില് ഡ്രൈവർക്ക് ഒരു വിലയുമില്ല. നാട്ടിനെ സംബന്ധിച്ച് സാധാരണക്കാരായ ആൾക്കാർക്ക് എല്ലാവരും പറഞ്ഞത് അവൻ ഒരു ഡ്രൈവറാ. പക്ഷെ ഈ ഡ്രൈവറിനെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കാര്യം എന്താണെന്നറിയോ, ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ കണ്ണും കൈയും കാലും ബ്രെയിനും മുഴുവനും അല്ലെ എല്ലാം ഒരേപോലെ ഒരേ സമയത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഡ്രൈവർ. അതെ, അത് ആരും ചിന്തിക്കണില്ല. ഇന്നിപ്പോ ഒരു ഡ്രൈവർക്ക് ഒരു കല്യാണാലോചന വന്നു കഴിഞ്ഞാല് എന്താണ് അവന് ഡ്രൈവറാണ്. പക്ഷെ ഞങ്ങള് ഉറപ്പിച്ചു പറയുന്നു, ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് എന്താ വെച്ചാല് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അല്ലെ. നമ്മളെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ, ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവൻ എന്തെല്ലാം കാര്യം ശ്രദ്ധിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അവൻ എവിടെയെങ്കിലും കണ്ണോ കയ്യോ കാലോ എവിടെയെങ്കിലും ഒന്ന് ചലിച്ചാൽ, പിഴച്ചുപോയാൽ, ചലിച്ചാന്നല്ല, പിഴച്ചു പോയാൽ അവിടെ തീർന്നല്ല. നമ്മുടെ നാട്ടിൽ നമ്മള് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രൈവർ കൊണ്ടുവന്നിട്ട്, തീർച്ചയായിട്ടും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡ്രൈവർമാര് ലോറിക്കാർ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതെ, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. അതെ, കേരളത്തിനല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ അരി വന്നിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത്. പക്ഷെ ഇതൊന്നും ആരും ചിന്തിക്കാത്ത ഡ്രൈവർമാരെ വെറും പുച്ഛമായിട്ട് തള്ളുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവന്റെ ജോലിനെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ അവരോടൊക്കെ പറയാനുള്ളത്, ഡ്രൈവർ രാജാവാണ്. അവൻ ഉറക്കൊഴിച്ച് അവൻ കൊണ്ടുതരുന്ന സാധനമാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്. അവനെ ചെറുതായിട്ട് ഒരിക്കലും കാണരുത്, അല്ലേ? അതല്ലേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മൾ പറയാനുള്ളത്, ഈ വീഡിയോയില് നമ്മൾ ആദ്യം വലിച്ചു നീട്ടുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാല്, വലിച്ചു നീട്ടി നിങ്ങൾ ഇത് ആരും കാണാൻ പാടില്ല. കാണാൻ പറ്റുന്നവര് കാണുക, അത്രേ ഉള്ളൂ, അല്ലേ? അത്രേ ഉള്ളൂ. പക്ഷെ അവർക്കിത് മനസ്സിലാവും. ഈ ഡ്രൈവർമാരുടെ ഫീലിങ്സ് എന്താണ്? ഞങ്ങളും ഡ്രൈവറായിരുന്നു, ഇന്ന് ഞങ്ങൾ രണ്ടാളും ഈ പൊസിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ഡ്രൈവറായിട്ട് ഞങ്ങൾ ഇതെല്ലാം അനുഭവിച്ചു വന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് പറയാനുള്ളത് എല്ലാവരോടും സ്നേഹത്തോടെ തന്നെ പറഞ്ഞു, അല്ലേ? പറ ബാക്കിയുള്ളത്. എന്താന്ന് വെച്ചാല്, നമ്മള് എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് ഗൾഫില് ഈ വീഡിയോ കാണുന്ന എല്ലാ ഡ്രൈവർമാരും പറഞ്ഞത്, നമ്മള് ജീവിക്കാൻ വേണ്ടിയിട്ടും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇവിടെ വന്നിട്ടുള്ളത്, ഇല്ലേ? അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മാന്യമായിട്ട് നമ്മൾ റോഡിന്റെ നിയമങ്ങളും മറ്റുള്ളതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുക. അപ്പൊ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പരമാവധി ലോങ് ഹോൾ റോഡ് ഓടുന്ന ഡ്രൈവർമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഉറക്കം വരുമ്പോ തീർച്ചയായിട്ടും കിടന്നുറങ്ങുക, നിർത്തി കിടന്നുറങ്ങുക. മനസ്സിലായ? ഉറക്കം വന്നിട്ട് ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത്. അതുപോലെ വാഹനം ഓടിക്കുമ്പോ മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സാ. നമ്മള് കഞ്ചാവും MDMA ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ്. പക്ഷെ അതൊക്കെ ഉപയോഗിക്കുന്നതിന്റെ അതേ സമാനമായിട്ടുള്ള ഒരു സാധനമാണ് മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ പരമാവധി നിങ്ങൾ ഉപയോഗിക്കുക, സമയത്ത് ഒഴിവാക്കുക. നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. മനസ്സിലായ? അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയില് ഞങ്ങൾ ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ സൗദി അറേബ്യയിലെ ഡ്രൈവിംഗിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും നിങ്ങൾ കമന്റ് ഡ്രൈവിംഗിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. അതിനുള്ള മറുപടി ഞങ്ങൾ തരും, ഞങ്ങൾ തന്നിരിക്കും. ഞങ്ങൾ വലിയ അറിവുള്ളവരൊന്നല്ല, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ് അങ്ങനെയാണ്. ഞങ്ങള് വെറും 0 ആയിരുന്നു, പക്ഷെ ഞങ്ങളിപ്പോ 0 അല്ല. ഞങ്ങളിത് സമ്മതിച്ചു തരില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവ് പ്രകാരം ഞങ്ങള് നിങ്ങൾക്ക് പകർന്നു തരുന്നത് തീർച്ചയായിട്ടും പകർന്നു തന്നിരിക്കും. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. അതെ, ഞങ്ങൾ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.